നമസ്കാരം. വിഷുവല്ലേ പൂക്കാതിരിക്കുന്നത് എങ്ങനെയെന്ന് ചിന്തിക്കുന്ന കണിക്കൊന്ന പോലെയാണ് ഓരോ പ്രവാസി മനസ്സും. നിന്നെത്തുന്ന കണിക്കൊന്നയ്ക്കും കണി വെള്ളരിക്കുമൊപ്പം കൃഷ്ണ തേജസ്സിനെ കണി കൊണ്ടുണർന്ന് സ്നേഹത്തിന്റെ തൂശനിലയിട്ട് അവർ ചേർന്നിരിക്കും. ഓർമ്മകളുടെ ആഘോഷമാണ് പ്രവാസികൾക്ക് ഓരോ വിശേഷ ദിവസവും. സൗഹൃദ കണിയൊരുക്കി സ്നേഹ കൈനീട്ടം നൽകിയാണ് ഓരോ പ്രവാസിയും വിഷു ആഘോഷിക്കുന്നത്. ഞായറാഴ്ചയാണ് വിഷു എത്തുന്നത് എന്നുള്ളത് കൊണ്ട് അവധി എടുക്കാതെ തന്നെ വിഷു ആഘോഷിക്കാം എന്നുള്ളതാണ് ഇത്തവണത്തെ സന്തോഷം. കുടുംബമായി താമസിക്കുന്നവർ മാത്രമല്ല, ബാച്ചിലർ റൂമുകളിലും ഓഫീസുകളിലും പകിട്ടോടെയാണ് ഓരോ വിശേഷ അവസരങ്ങളും ആഘോഷിക്കുന്നത്. വിഷുക്കണി ഒരുക്കി പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് സദ്യവട്ടങ്ങൾ തയ്യാറാക്കി മലയാളി തനിമയോടെയാണ് ആഘോഷങ്ങൾ. നാട്ടിലുള്ള ബന്ധുക്കളെയും സൗഹൃദങ്ങളെയും വിശേഷങ്ങൾ പറയാനായി ഫോൺ വിളിക്കുന്നതും ഓർമ്മകൾ പങ്കുവെക്കുന്നതും പ്രവാസിയുടെ ആഘോഷ സന്തോഷമാണ്. കുടുംബങ്ങളായി താമസിക്കുന്നവരാണെങ്കിലും ബാച്ചിലർ റൂമുകളിൽ ഉള്ളവരാണെങ്കിലും സദ്യവട്ടം ഒരുക്കാതെ ഒരാഘോഷവും കടന്നു പോകാറില്ല. കൂട്ടായ്മകളും സംഘടനകളും ചേർന്നുള്ള ആഘോഷങ്ങളും പതിവ് കാഴ്ചകളാണ്. ഇത്തവണ പെരുന്നാൾ അവധിയോട് ചേർന്നാണ് വിഷു എത്തുന്നതെന്നുള്ളത് കൊണ്ട് തന്നെ ഒരുമിച്ച് ചേർന്നുള്ള ആഘോഷങ്ങൾക്ക് മാറ്റി കൂടിയിട്ടുണ്ട്. നാട്ടിലേക്കാൾ ഗംഭീരമായാണ് പ്രവാസ ലോകത്ത് വിഷു ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിലൊട്ടും തന്നെ അതിശയോക്തി ഇല്ല. കേരള പുടവിയും മുണ്ടുമുടുത്ത് മലയാളി സൗഹൃദ സഹപ്രവർത്തകരുടെ ആഘോഷങ്ങളിൽ പങ്കുചേരാനെത്തുന്ന വിദേശികളെയും മെട്രോ ഉൾപ്പെടെയുള്ള പൊതുഗതാഗത സംവിധാനങ്ങളിൽ ഉൾപ്പെടെ കാണാനാകും എന്നുള്ളത് കൗതുകകരമായ വാർത്തയാണ്. അവധി ദിനമല്ലാത്തവർക്ക് റെഡിമെയ്ഡ് സദ്യ നൽകുന്ന നിരവധി റെസ്റ്റോറന്റുകളുണ്ട്. കുടുംബവും സൗഹൃദങ്ങളില്ലാത്ത ബാച്ചിലർ പ്രവാസികൾക്ക് ആശ്രയം ഇത്തരം റെഡിമെയ്ഡ് സദ്യ തന്നെയാണ്. എന്നാൽ വിഷുക്കണി മുതൽ തൂശനിലയിൽ വിഭവസമൃദ്ധമായ സദ്യ വിളമ്പുന്ന ബാച്ചിലർ റൂമുകളും ധാരാളമാണ്. പ്രവാസ ലോകത്തെ നളന്മാരുടെ കൈപുണ്യം അറിയുന്ന ദിവസം കൂടിയാണ് വിഷു ഉൾപ്പെടെയുള്ള ആഘോഷ അവസരങ്ങൾ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഏവർക്കും വിഷു ആശംസകൾ. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.